ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ കിരീടം നേടുകയായിരുന്നു. ആ മത്സരത്തിൽ അർജന്റീന മോശം പ്രകടനമാണ് നടത്തിയത്. മാത്രമല്ല എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. അത് അർജന്റീനയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായി മാറി എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ അർജന്റീനയിൽ വലിയ ഒരു പെറ്റീഷൻ തന്നെ ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. അർജന്റീന ആരാധകരാണ് ഈ പെറ്റീഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഫൈനൽ മത്സരം അത് റദ്ദാക്കണം, എന്നിട്ട് വീണ്ടും ഫൈനൽ മത്സരം നടത്തണം എന്നാണ് ഈ പെറ്റീഷനിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 67,000-ലധികം അർജന്റീൻ ആരാധകർ ഈ പെറ്റീഷനിൽ ഒപ്പുവെച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രമുഖ മാധ്യമങ്ങളായ മുണ്ടോ ഡിപ്പോർട്ടീവോ, UOL എന്നിവരൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫൈനൽ മത്സരത്തിലെ റഫറിയായ സ്ലാവ്കോ വിൻസിച്ച് പക്ഷപാതപരമായി കൊണ്ട് പെരുമാറി. അദ്ദേഹം സ്പെയിനിനൊപ്പം നിലകൊണ്ടു എന്നാണ് അർജന്റീൻ ആരാധകർ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും തെറ്റായിരുന്നു, അത് ഈ മത്സരത്തെ അട്ടിമറിച്ചു എന്നാണ് ഇവരുടെ ഒരു ആരോപണം. എൻസോ ഫെർണാണ്ടസ് റെഡ് കാർഡ് അർഹിച്ചിരുന്നില്ല, അത് അദ്ദേഹം വെറുതെ നൽകിയതാണ് എന്നാണ് ഇപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണമായിക്കൊണ്ട് വരുന്നത്. ഈ പെറ്റീഷൻ തയ്യാറാക്കിയത് ഗിസെല്ല സാഞ്ചസ് എന്ന ഒരു അർജന്റീൻ ആരാധകനാണ്. അദ്ദേഹം പറഞ്ഞത് വിൻസിച്ചിന് കോഴ ലഭിച്ചിട്ടുണ്ട്, ഈ മത്സരത്തിന് മുന്നേ കോഴ ലഭിച്ചിട്ടുണ്ട്, അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്റെ കൈവശം ഉണ്ട് എന്നൊക്കെയാണ് ഗിസെല്ല സാഞ്ചസ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫൈനൽ മത്സരം റദ്ദാക്കണം, എന്നിട്ട് വീണ്ടും ഫൈനൽ നടത്തണം എന്നാണ് ഈ പെറ്റീഷനിലെ ഒരു ആവശ്യം. 67,000-ലധികം അർജന്റീൻ ആരാധകർ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ഒരു ജനപിന്തുണയാണ് ഈ പെറ്റീഷന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഫൈനൽ റദ്ദാക്കാനുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്നുള്ളത് മറ്റൊരു റിയാലിറ്റിയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.